നമുക്ക് ഒരു കമ്മൽ ഉണ്ടാക്കി നോക്കാം. ഇത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുള്ളതാണ്. അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒപ്പം ഉണ്ടാക്കണത്. അല്ല പുതിയതൊന്നും ഉണ്ടാക്കാൻ പോവുമല്ലോ കേട്ടോ. എന്നാലും ഉണ്ടാക്കിയില്ലേനോ. അതിന്റെ ആ ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടേ വേറെ കളറുള്ള ഹാങ്ങിങ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ശരിക്കും ഇത് ഈ കളറാണ് ഇടേണ്ടത്. അന്ന് എനിക്ക് ഹാങ്ങിങ് ബീഡ്സ് കെട്ടി ഉണ്ടാക്കാനുള്ള മടിയനെ കൊണ്ടില്ലേ ഞാൻ അപ്പം കെട്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഏതേലും വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ബീഡ്സ് ഇട്ടതാണ്. ഈ ഒരു കളറാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ഫസ്റ്റ് കാണിച്ചതൊക്കെ. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ തന്നെ നമ്മൾ OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെയാണ് ഞാനിപ്പോഴും പറയണത്. നമ്മൾ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് OHP ഷീറ്റ് വേണം. ഇനിയിപ്പോൾ OHP ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് വാക്സ് പേപ്പറിൽ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗമ്മ് വേണം. ഗമ്മ് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മ. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞാനൊരു 3 ഷേപ്പുള്ള കുന്തൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ചെയിനും വേണം, പിന്നെ പേൾ ചെയിനും വേണം, പിന്നെ ഐപ്പിന് ബാക്ക് സ്റ്റഡ്, ഗുങ്കുരൂസ്, അതേപോലെ ഹാങ്ങിങ് ബീഡ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേറെ. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇയറിംഗ് ഉണ്ടാക്കിയെടുക്കാം. മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ സ്റ്റോണിന്റെ ഷേപ്പും കളേഴ്സും ഒക്കെ മാറിയാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനും മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ അടുക്കന്നെ ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ട് പിന്നെ ഡ്രോപ്പ് ഷേപ്പ് ഉള്ള കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുത്തത്. അതിന്റെ ചുറ്റിലും പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് പേൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കുണ്ടല്ലോ ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ അതിൽ കുറേ കുട്ടികൾ എന്നും ചോദിക്കലുണ്ട് പേര് പറയുമോ എന്നുള്ളത്. എനിക്ക് ഈ ഷോർട്സിലുണ്ടല്ലോ 1 മിനിറ്റിൻ്റെ വീഡിയോ ആക്കാനാണ് ഞാൻ പരമാവധി ശ്രമിക്കല്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ എല്ലാ പേരും കൂടെ പറയാനേ കഴിയലില്ല. അപ്പം ഞാൻ പേര് പറയാൻ പറഞ്ഞ കുട്ടിയുടെ പേരൊക്കെ അതിൻ്റെ കൂടെ പറയാണ് കേട്ടോ. ആദ്യം തന്നെ ദേവനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീൻ്റെ പേരാണ് പറയണത്. എല്ലാ വീഡിയോസിലും കമൻറ്റ് ചോദിക്കാറുണ്ട് പേര് പറയുമോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അൻവിയ, സന, പാർവതി, ഋതിക, അനാൻ, അങ്ങനെ കുറേ കുട്ടികൾ മുമ്പ് പറയാൻ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ കുറച്ച് തിരക്കിലൊക്കെ ആയി പോയിട്ട് ഞാൻ വിട്ടുപോകും. വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് പേര് കൊടുക്കാൻ ഞാൻ മറന്നു പോകുന്നതാണ് സത്യം പറഞ്ഞത്. അപ്പോൾ കമൻറ്റിൽ പേര് അവർ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഓരോ പേര് പറയണമെന്ന്. അങ്ങനെ ഞാനുണ്ടല്ലോ പേരൊക്കെ എഴുതി വെച്ചിട്ട് പറയാം. ഇതിലിപ്പോൾ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മുമ്പത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടേ അതിലുള്ള കമൻറ്റുകൾ നോക്കിയിട്ടാണ് എഴുതി വെച്ചത്. ഇനിയിപ്പോൾ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പേര് പറഞ്ഞാൽ മതിയിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യുമ്പം പേര് പറയേ. അങ്ങനെ നമ്മളെ ഇയറിങ്ങിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് ഒരു കുഞ്ഞ് സ്റ്റഡും കൂടെ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നടുക്ക് ചെയ്തില്ലായിരുന്നോ ആ ഡിസൈൻ തന്നെയാണ് വീണ്ടും ചെയ്തെടുക്കണം. ഈ ഇയറിങ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോണ്ടല്ലോ എല്ലാവരും വിചാരിക്കും ഇത് നല്ല പാടാണ് ഉണ്ടാക്കാനായിട്ടെന്ന്. പാടൊക്കെ ഉണ്ട്, പിന്നെ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഉണ്ടല്ലോ അത് അത്രമാത്രം നമ്മൾ വിചാരിക്കുന്ന അത്രമാത്രം വലിയ റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. അല്ലാതെ ഇത് ഒട്ടിച്ചെടുക്കാനൊക്കെ സിമ്പിളാണ്. പിന്നെ ഉണ്ടല്ലോ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടല്ലോ, ഫാനൊന്നും ഇട്ടിട്ട് നമ്മൾ ഈ ഗമ്മ് തേക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ കാറ്റൊക്കെ തട്ടുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. പിന്നെ നമുക്ക് സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ കുറച്ച് നീറ്റൊന്നും ഇല്ലാത്ത മാതിരി നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഫാനൊന്നും ഇടാതെയാണ് എപ്പോഴും വീഡിയോ ചെയ്യുക. എപ്പോഴൊന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു സമയത്തുള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഒന്നും അറിയില്ലല്ലോ എന്താ ചെയ്യണതെന്നും ഇതെങ്ങനെയൊക്കെ ഒട്ടിച്ചെടുക്കണമെന്നൊക്കെ. അപ്പം ഞാൻ കുറേ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചത്. എനിക്കിതൊന്നും പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നേ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഫാനൊന്നും ഇടാതെയാണ് ഈ ഗമ്മൊക്കെ തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട പിടിക്കാണ്ട് ഒട്ടിക്കാൻ കഴിയും. കട്ട പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടല്ലോ ഒട്ടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു നീറ്റും ഉണ്ടാവില്ല. പല ആളുകളുടെ വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഗമ്മ ഉണങ്ങിയതിൻ്റെ ശേഷം ഒട്ടിക്കും, എന്നിട്ട് ഒട്ടിയില്ലെങ്കിൽ വീണ്ടും അതിൽ ഗമ്മ വെക്കും. അപ്പോൾ ഭയങ്കര കട്ടി കൂടും ആ ഗമ്മിന്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയേ. അങ്ങനെ സ്റ്റോൺ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഐപ്പിന്ന് സെറ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഈ ഒരു ലെങ്ത്തുള്ള ഐപ്പിന്നാണ് ഉള്ളത്. ഞാൻ എപ്പോഴും അത് കട്ട് ചെയ്തെടുക്കലാണ്. എനിക്ക് എത്ര ലെങ്ത്താണോ വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഐപ്പിന്ന് മൊത്തമായിട്ട് തന്നെ ഒട്ടിക്കുക, കട്ട് ചെയ്യാതെ തന്നെ ഒട്ടിക്കുക. കാരണം ഇത് റൗണ്ട് ഷേപ്പ് ആയതിനെക്കൊണ്ട് നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചത് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന്. അങ്ങനെ കട്ട് ചെയ്തിട്ടേ പിന്നെ എവിടേക്കാണോ ഐപ്പിന്ന് വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഓരോ ഐപ്പിന്നുകളായിട്ട് വെച്ചും കൊടുത്ത് പിന്നെ ഐപ്പിന്ന് വെക്കണതിന് മുന്നുണ്ടല്ലോ അതിൻ്റെ ഐ ഓപ്പൺ ചെയ്യണേ. അപ്പോഴേ നമുക്ക് ഗുങ്കുരു ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറേ പേര് ചെയ്യണത് കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഗുങ്കുരൂസും ഹാങ്ങിങ് ബീഡ്സൊക്കെ ഇട്ടതിന് ശേഷം ഈ ഐപ്പിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിൽ സിമ്പിളായിട്ട് തോന്നുന്നത് ഈ ഒരു രീതിയാണ് കേട്ടോ.
ഈ ഇയറിങ്സ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഞാൻ തന്നെ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഓരോ ഷോർട്സ് ആക്കിയിട്ട് ഇഷ്ടംപോലെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിക്കണതെന്ന്. ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കല്. ഇനി ക്രാഫ്റ്റ് ഷോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ ഹൗസ് ഉണ്ടാവില്ല, നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടല്ലേ, അവിടെ ഉണ്ടായിരിക്കും മിക്ക സ്റ്റോണുകളും അതുപോലെ ഈ ഹാങ്ങിങ് ബീഡ്സൊക്കെ. ഇത് ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യുന്ന ഹാങ്ങിങ് ബീഡ്സ് തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ വാങ്ങിയിട്ട് കമ്മലിന് യൂസ് ചെയ്യണമെന്നുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു 3/4 പണിയും കഴിഞ്ഞിട്ട് ഇനി ഹാങ്ങിങ് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടെ ചെയ്തിരിക്കുകയാണെങ്കിൽ പണി മൊത്തം കഴിയും കേട്ടോ. പിന്നെ ഈ ഗുങ്കുരു അല്ല, അതിനെന്താ ലോറിയൽ ബീഡ്സ് എന്തോ ആണ് കേട്ടോ പറയുക. ഞാൻ അതിനെപ്പോഴും ഗുങ്കുരു ബീഡ് എന്നാണ് പറയുക. എന്താ കാര്യം മനസ്സിലായാൽ പോലെ. അങ്ങനെ ഈ ലോറിയൽ ബീഡ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഹാങ്ങിങ് ബീഡ് ഞാൻ കെട്ടണം നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഈ വൈറ്റ് ബീഡ് ഇല്ല ആദ്യം ഓരോന്ന് ഇട്ട് കൊടുത്ത്, പക്ഷെ ഉണ്ടല്ലോ അത് അത്ര ഭംഗി തോന്നിയില്ല. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയില്ലേ, ഇതൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് ബീഡ് കുറച്ച് തോന്നിടാം, അത്ര അധികം ഞാൻ ഇടണില്ല, 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. പക്ഷേ 2 എണ്ണം വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കളറും ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അതിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പണികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അല്ല, അതിനെക്കൊണ്ട് മാത്രമല്ല കേട്ടോ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. ഭംഗിക്കൊന്നും ഒരു കുറവുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കളറും കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ അതാ ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.